പക്ഷെ നിങ്ങളിങ്ങനെ പറഞ്ഞാൽ ഇതിനോട് പോലും ഇതിനോട് കണക്ട് ചെയ്യുന്ന മറ്റൊരു രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. ഏറ്റവും നല്ല കുടുംബിനികൾ ആയിട്ട് ജീവിക്കാൻ കഴിയുന്ന ഭാര്യമാർ ആരായിരിക്കും എന്നറിയാമോ? ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഫെമിനിസ്റ്റുകളായിരിക്കും. അതെന്താ? കാരണം ഇവരിത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും ഇവർ നല്ല കുടുംബജീവിതം ആഗ്രഹിക്കുകയും പക്ഷെ ഭയങ്കര വിരുദ്ധമായ രീതിയിൽ ഒരു വൃത്തികെട്ടവർ ഇവരുടെ ഭർത്താവായിട്ട് മാറുകയും ചെയ്തതോടുകൂടി ഇവർ പുരുഷ സമൂഹത്തെ വെറുക്കുന്നതിലൂടെയാണ് ഇവർ പല ആൾക്കാരും ഫെമിനിസ്റ്റുകളായി മാറുന്നത്. പക്ഷെ ആക്ച്വലി ഇവർ ഭയങ്കരമായ നല്ല രീതിയിൽ ഒരു കുടുംബത്തെ നയിക്കാൻ ശേഷിയുള്ള നല്ല ഭാര്യമാരായി മാറേണ്ട ആൾക്കാരായിരുന്നു. നല്ല ഭാര്യമാരെന്ന് ഒരു നല്ല നാടിനെ നയിക്കാൻ ശേഷിയുള്ള നല്ല സ്ത്രീകളാവുന്ന നല്ല കുടുംബിനികളാവുന്ന നല്ല കുടുംബിനിയുടെ മുന്നിൽ ഒരു വൃത്തികെട്ടവൻ ഭർത്താവായി അവതരിക്കുമ്പോൾ ഫെമിനിസ്റ്റായി മാറുന്നു. ഈ പുരുഷന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് പല സ്ത്രീകളും ഫെമിനിസ്റ്റായി മാറുന്നത്. മതത്തിലോട്ട്. അപ്പൊ ഈ മതവിശ്വാസങ്ങളൊന്നും പാലിക്കാതെ